സിയുടെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി മൂലം കനത്ത വരുമാന നഷ്ടമുണ്ടായ ബസ് ഉടമകൾക്ക് ആശ്വാസമായി സർക്കാർ ഇടപെടൽ. പ്രിയദർശിനി ബസ്സുകൾക്കൊപ്പം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പ്രതിദിനം 1500 രൂപ മുതൽ 2000 രൂപ വരെ വലിയ നഷ്ടം ഉണ്ടാകുമെന്ന ഗതാഗത മന്ത്രി CP ജോൺ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്നും മന്ത്രി വ്യക്തമാക്കിയതോടെയാണ് ബസ് ഉടമകൾക്ക് പ്രതീക്ഷയായത്. നിലവിൽ അനുവദിച്ചിട്ടുള്ള റോഡ് നികുതി ഇളവ് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പര്യാപ്തമല്ല. സ്വന്തം ബസ്സുകൾ റൂട്ടടക്കം KSRTCക്ക് വാടകയ്ക്ക് നൽകാൻ സ്വകാര്യ ബസ് ഉടമകൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. സ്വകാര്യ ബസ്സുകളുടെ ഭീമമായ നഷ്ടം നികത്തുന്നതിനായി KSRTC ഓർഡിനറി ബസ്സുകളുടെ സമയക്രമം പുനഃക്രമീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. സ്വകാര്യ ബസ്സുകളായി മത്സരിച്ചോടിയിരുന്ന പാതകളിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ KSRTC ഓർഡിനറി ബസ്സുകളുടെ സ്കെഡ്യൂളിൽ 5 മുതൽ 10 മിനിറ്റ് വരെ മാറ്റം വരുത്തും. നിലവിൽ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുള്ള 3125 ഓർഡിനറി ബസ്സുകളിൽ 40% സ്കെഡ്യൂളുകളും സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കുമെന്നാണ് പ്രാഥമിക നിഗമനം. ചില പാതകളിൽ ആവശ്യത്തിലധികം പ്രിയദർശിനി ബസ്സുകൾ സർവീസ് നടത്തുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ ഷെഡ്യൂളുകൾ പുനഃക്രമീകരിക്കുന്നതിലൂടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ലഭിക്കുമെന്നാണ് വകുപ്പിന്റെ വിലയിരുത്തൽ.